കിണറിലെ വെള്ളം കലങ്ങുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ കാണും. വേനൽക്കാലമാവുമ്പോൾ കൂടുതലായും കിണറിലെ വെള്ളം കുറയുകയും ഉള്ള വെള്ളം കലങ്ങുകയും ഉള്ള വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. വയൽവക്കിൻ്റെ അരികിലാണ് ഈ കിണർ. കിണറിൻ്റെ അടിത്തട്ടിലുള്ള ഉറവയ്ക്കാണ് ഈ പ്രോസസ്സ് ഏറ്റവും ഗുണം ചെയ്യുക. ഇത് പ്രോസസ്സ് നടക്കുമ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഈ ജലം. വയൽവക്കിലാണ് ഈ കിണറുള്ളത്. കിണറിൻ്റെ അടിത്തട്ടിലെ ഉറവയ്ക്കാണ് ഈ പ്രോസസ്സ് കൂടുതലായും ഫലപ്രദമാവുക. ഇതിന് കൂടുതൽ വെള്ളം കലങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പ്രോസസ്സിൻ്റെ നേരെ രീതിയിൽ ഇരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇതിന് ഈ പൈപ്പിൽ വരുന്ന വെള്ളമായിരുന്നു യഥാർത്ഥ കലക്ക്. ആ പ്രോസസ്സിന് മുന്നേയുള്ള വെള്ളം. ഈ പ്രോസസ്സിന് വേണ്ടത് എംസാൻഡാണ്. എംസാൻഡ് കിണറിൻ്റെ അടിത്തട്ടിലെ ഉറവയ്ക്കാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ കുറച്ച് എംസാൻഡ് കിണറിൻ്റെ അടിയിൽ 1 ഇഞ്ച് കനത്തിൽ എല്ലാ ഭാഗത്തും നിൽക്കുന്ന തരത്തിൽ പാവുക. ഈ കിണറിന് 24 ഫൂട്ട് എംസാൻഡ് വേണ്ടി വന്നു. എംസാൻഡിൻ്റെ കൂടെ ബേബി ചില്ലി മെറ്റലും കൂടി ഉണ്ടെങ്കിൽ ഫലപ്രദമാവും. ഇതിൽ ബേബി ചില്ലി മെറ്റൽ ഇട്ടിട്ടില്ല, എംസാൻഡ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ വെള്ളം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എംസാൻഡ് കണ്ടത്. ഈ കിണർ വയൽവക്കിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ചളി കയറി വരുന്നുണ്ട് ഈ കിണറിലേക്ക്. അങ്ങനെ എല്ലാ ഭാഗത്തും കിണറിൻ്റെ എല്ലാ ഭാഗത്തും എംസാൻഡ് വിതറുക. എന്നിട്ട് 1-2 ദിവസം കിണർ ഉപയോഗിക്കാതിരിക്കുക. അപ്പോഴേക്കും കിണറിൻ്റെ വെള്ളം ശുദ്ധജലമാകും.
ഈ കിണർ 3 ദിവസം ഉപയോഗിക്കാതിരുന്നു, എന്നിട്ടുള്ള റിസൾട്ടാണ് ഇതാ കാണുന്നത്. നല്ല തെളി വെള്ളം. ഉപകാരപ്രദമാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം.